ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് റോസാ ചെടികളുടെ പരിചരണ രീതികളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. മഞ്ഞ നിറത്തിലുള്ള 2 തരം റോസാ ചെടികളാണ് നിങ്ങളിവിടെ കാണുന്നത്. നാരങ്ങ നിറത്തിലുള്ള മഞ്ഞയും ഓറഞ്ച് കലർന്ന മഞ്ഞയും, ഈ 2 തരത്തിലുള്ള മഞ്ഞ റോസാ ചെടികളാണ് ഈ കാണുന്നത്. 2 ചെടികളിലും നല്ല വലിപ്പമുള്ള പൂക്കളാണ് ഉണ്ടാകാറുള്ളത്. ഈ റോസ് ചെടികളുടെ പേരൊന്നും എനിക്ക് കൃത്യമായിട്ടറിയത്തില്ല. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. ഇതിലെ ഓറഞ്ച് കലർന്ന മഞ്ഞ റോസ ക്ലൈംബിംഗ് റോസ് ആണെന്ന് തോന്നുന്നു. അത് നന്നായി പടരുന്ന സ്വഭാവം കാണിക്കാറുണ്ട്. മറ്റു പലരെയും പോലെ നഴ്സറികളിൽ നിന്നും വാങ്ങിച്ചു കൊണ്ടുവരുന്ന റോസുകൾ നട്ടു വളർത്തിയെടുക്കുന്നത് ശ്രമകരമായ ഒരു ജോലി തന്നെയായിരുന്നു. പക്ഷേ കൃത്യമായ പരിചരണ രീതികളുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ റോസാ ചെടി ഈസിയായി വളർത്താവുന്നതേ ഉള്ളൂ എന്ന് ഇപ്പോൾ മനസ്സിലായി. നല്ല സൂര്യപ്രകാശം ലഭിക്കുന്നിടത്താണ് റോസാ ചെടികൾ നട്ടു വളർത്തേണ്ടത്. സൺലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ റോസാ ചെടികൾ നന്നായി മൊട്ടിടുകയും പൂവിടുകയും ചെയ്യാറുള്ളൂ. കൃത്യമായ വളപ്രയോഗം റോസാ ചെടികൾ പൂവിടുന്നതിന് അത്യാവശ്യമാണ്. നല്ല സൂര്യപ്രകാശത്തിലിരിക്കുന്ന ഈ ചെടികൾ ദിവസവും നനയ്ക്കേണ്ടതാണ്. ചെടികൾ നന്നായി വളരാനും പൂവിടാനും ജൈവവളങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. രാസവളങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ മിതമായ തോതിലേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ജൈവവളങ്ങളാണ് ഞാൻ സാധാരണയായി റോസ് ചെടികൾക്ക് ഉപയോഗിക്കാറ്. നമ്മളൊക്കെ ചായ ഉണ്ടാക്കിയ ശേഷം വെറുതെ കളയുന്ന തേയിലച്ചണ്ടി നല്ലൊരു വളമാണ് റോസാ ചെടിക്ക്. അതുപോലെ മുട്ടത്തോട് നന്നായി ഉണക്കി പൊടിച്ച് വെച്ചിരിക്കുന്നത് അത്യാവശ്യത്തിന് അതിനിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ പച്ചക്കറി വേസ്റ്റ് നല്ലൊരു വളമാണ്. അത് കമ്പോസ്റ്റാക്കിയോ ലായനിയാക്കിയോ ഉപയോഗിക്കാവുന്നതാണ്. എൻ്റെ കൈവശമുള്ള ഓറഞ്ച് കലർന്ന മഞ്ഞ റോസയിൽ പലപ്പോഴും 2 നിറത്തിലുള്ള പൂവുകൾ ഉണ്ടാകാറുണ്ട്. കാലാവസ്ഥയുടെ വ്യത്യാസമനുസരിച്ച് നിറം മാറി വരുന്ന ഒരു റോസാ ചെടിയാണത്. നല്ല സൂര്യപ്രകാശമുള്ള സമയങ്ങളിൽ കടുത്ത ഓറഞ്ച് നിറത്തിലും അല്ലാത്ത സമയങ്ങളിൽ ഇളം മഞ്ഞ നിറത്തിലും കാണപ്പെടുന്ന റോസാപ്പൂവാണത്. റോസാ ചെടികൾ നടുമ്പോൾ പോട്ടിംഗ് മിക്സ് കൃത്യമായ അനുപാതത്തിലല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കാനിടവരും. ഇത് റോസാ ചെടി നശിക്കുന്നതിനിടയാകും. നല്ലപോലെ വെള്ളം വാർന്നു പോകുന്ന തരത്തിലുള്ള പോട്ടിംഗ് മിക്സ് ആയിരിക്കണം റോസാ ചെടി നടാൻ ഉപയോഗിക്കേണ്ടത്. നല്ല മഴ സമയങ്ങളിൽ റോസാ ചെടികളെ ഷേഡിൻ്റെ കീഴിൽ വയ്ക്കുന്നതാണ് നല്ലത്. കൂടുതൽ സമയം മഴയത്തിരിക്കുന്ന ചെടികൾ പല രോഗബാധകളും വന്ന് നശിച്ചു പോകാനിടയുണ്ട്. അതുപോലെ തന്നെ റോസാ ചെടികളിൽ വളരെയധികം കീടബാധ കാണപ്പെടാറുണ്ട്. ഇതിൽ നിന്നൊക്കെ റോസാ ചെടിയെ സംരക്ഷിക്കുന്നതിന് ജൈവ കീടനാശിനികൾ ഉപയോഗിക്കാം. ഞാൻ സാധാരണയായി ജൈവ കീടനാശിനികളാണ് ഉപയോഗിക്കാറ്. ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.